സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന വിഷയത്തെ ചൊല്ലി നമ്മൾ 3 വീഡിയോകൾ ചെയ്യുകയുണ്ടായി. ആ വീഡിയോ സീരീസിലെ അവസാനത്തെ വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് പാകിസ്ഥാനിലെ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് പാകിസ്ഥാനിലെ ഇൻറ്റേർണൽ പ്രോബ്ലം എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. 53 ലക്ഷം കോടി രൂപയുടെ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റാണ് പാകിസ്ഥാനിൽ ചൈന നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞു വെക്കുകയുണ്ടായി. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ഗ്വദാർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ അറബിക്കടലിൻ്റെ തീരത്ത് വരുന്ന ഒരു പോർട്ട്, അത് ഇറാനോട് ചേർന്നാണ് വരിക. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡറിനോട് ചേർന്ന് പാകിസ്ഥാൻ്റെ വടക്കൻ ഭാഗത്ത്, അതായത് ബലൂചിസ്ഥാൻ്റെ തെക്ക് ഭാഗത്ത്, ബലൂചിസ്ഥാൻ്റെ തെക്കേ അറ്റമാണ് അറബിക്കടൽ. ബലൂചിസ്ഥാൻ അറബിക്കടലുമായിട്ട് വലിയ ബോർഡറുണ്ട്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിൻ്റെ ഒരു പ്രോവിൻസ്, ഏറ്റവും വലിയ പ്രോവിൻസ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ബലൂചിസ്ഥാനിലാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന റിബൽ പ്രസ്ഥാനം വലിയ തോതിൽ പാകിസ്ഥാനെതിരെ യുദ്ധം തന്നെ നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഇതിനോട് ചേർന്നിട്ട് ഈ ബലൂചിസ്ഥാൻ്റെ അറബിക്കടൽ ബോർഡറിനോട് ചേർന്നിട്ടുള്ള വലിയ ഒരു പോർട്ടാണ് ഗദാർ പോർട്ട്. ഈ ഗദാർ പോർട്ട് ചൈന പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയെടുത്തു. അപ്പോൾ അത് ചൈനയുടെ പോർട്ടാണ്. പാകിസ്ഥാൻ അതിന് മേലെ റൈറ്റ് ഒന്നുമില്ല, ചൈനയുടെ പോർട്ടാണ്. അപ്പോൾ ഈ ചൈനയുടെ പോർട്ടിലേക്ക് ചൈനയ്ക്ക് എത്തണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ അന്ന് പിടിച്ചെടുത്ത കാശ്മീർ, പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലൂടെ ചൈനയ്ക്ക്, അവിടെ മാത്രമേ ചൈനയ്ക്ക് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കാനുള്ള ബോർഡറുള്ളൂ. ആ ബോർഡറിലൂടെ പ്രവേശിച്ച് പിന്നെ നിരവധി ഹൈവേകൾ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. വൺ ബെൽറ്റ് വൺ റോഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ചൈനയുടെ വലിയൊരു പ്രോജക്റ്റുണ്ട്. അത് ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമാണത്. അപ്പോൾ ആ റോഡ് പ്രോജക്റ്റ് വഴി വലിയ റെയിൽവേ ഗതാഗതങ്ങൾ ബലൂചിസ്ഥാനിലൂടെ കടന്നു വന്ന് ഈ പോർട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പിന്നെ ചൈനയ്ക്ക് ഈ റോഡും പോർട്ടും മാത്രമല്ല, ഒരുപാട് പവർ സ്റ്റേഷൻസ്, 12ഓളം പവർ സ്റ്റേഷൻസ്, അത് കോള്, ഡീസല്, പിന്നെ ഹൈഡ്രൽ പവർ പ്രോജക്ട്സ്, ഇങ്ങനെ 3 ടൈപ്പ് പവർ പ്രോജക്ട്സും ഉണ്ട്. മെയിനായിട്ട് കോൾ പവർ പ്രോജക്ട്സാണ്, പിന്നെ തെർമൽ പവർ ഉണ്ടാക്കുന്ന കൽക്കരി ഉപയോഗിച്ചുള്ള പവർ പ്രോജക്ട്സാണ്. ഇതൊക്കെ ഓപ്പറേറ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2015 മുതലാണ് ഈ ചൈന ഇവിടെ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അവരുടെ പരിപാടികളൊക്കെ വളരെ ഫാസ്റ്റാണ്. കാരണം ചൈനയ്ക്ക് ധാരാളം പണമുണ്ട്, പെട്ടെന്ന് അവർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ടെക്നോളജി ഉണ്ട്. അപ്പോൾ അവർ ഈ പറയുന്ന ഏകദേശം 10ഓളം പവർ പ്ലാന്റുകൾ ഇന്ന് ഓപ്പറേറ്റീവാണ്. എല്ലാം നഷ്ടത്തിലാണ്. അപ്പോൾ അത് പിന്നീട് പക്ഷേ ചൈനയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട സ്വപ്നങ്ങൾ ഈ പവർ പ്രോജക്ട്സ് ഒന്നുമല്ല. അവരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ബലൂചിസ്ഥാനിലെ മിനറൽ റിസർവുകൾ, പ്രധാനമായും സ്വർണം, കോപ്പർ, പിന്നെ ലിത്തിയം, ഇങ്ങനെയുള്ള ധാരാളം വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളുടെ വലിയ ഡെപ്പോസിറ്റുകളുണ്ട്. കൂടാതെ പെട്രോളിയം ഡെപ്പോസിറ്റുകളുണ്ട്. അപ്പം പാകിസ്ഥാനിലെ മിനറൽ ഡെപ്പോസിറ്റിന് മോർ ദാൻ 50% ഉള്ളത് ഈ ബലൂചിസ്ഥാനിലാണ്. പക്ഷേ ബലൂജികൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമായിട്ട് 1-2 ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞാൽ, ഒന്ന്, അവരവിടെ ചെയ്തിട്ടുള്ള ഒരു സെയിൻഡാർക്ക് ഗോൾഡ് ആൻഡ് കോപ്പർ മൈൻ എന്ന് പറയുന്ന വലിയൊരു സ്വർണവും കോപ്പറും കുടിച്ചെടുക്കുന്ന വലിയൊരു ഖനിയുണ്ട്. ബലൂചിസ്ഥാനിലാണ് അത് ഓപ്പറേറ്റീവ് ആക്കിയിട്ടുള്ളത്. ഏറ്റവും വലിയ ഖനി ഇതാണ്. ഈ വലിയ ഖനിയിൽ അതിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ എഗ്രിമെൻറ്റ് ബലൂചിസ്ഥാൻ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുമായിട്ടുള്ള പാക് ഫെഡറൽ ഗവൺമെൻറ് എഗ്രിമെൻ്റ് അനുസരിച്ച് അവിടെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 5% മാത്രമാണ് ബലൂചിസ്ഥാൻ പ്രോവിൻസിന് കിട്ടുക. ബാക്കി 95% ചൈനീസ് കമ്പനി, അത് ചെയ്യുന്ന ചൈനീസ് കമ്പനിയും പാകിസ്ഥാൻ ഫെഡറൽ ഗവൺമെൻറ്റും വീതിച്ചെടുക്കും. പാകിസ്ഥാൻ ഫെഡറൽ ഗവൺമെൻറ് കിട്ടുന്ന ഒന്നും ഇങ്ങോട്ട് വരത്തില്ല. അത് മുഴുവൻ പഞ്ചാബിലേക്ക് പോകും, കുറച്ച് സിദ്ധിലേക്ക് പോകും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവിടുത്തെ എക്കണോമിക് സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ ബലൂചികൾക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ അവിടുത്തെ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അനുസരിച്ച് പഞ്ചാബികളുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 0.732 ആയിരിക്കുമ്പോൾ ബലൂജികളുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.28 ആണ്. അപ്പം പഞ്ചാബികളുടെ പിന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 0.732, അത്രയെങ്കിലും ആയിക്കോട്ടെ, അതിനെ ഒരു മെഷറായിട്ട് കാണുക. അതിൻ്റെ ഏകദേശം 1/3 മാത്രമാണ് ഇവിടെ ബലൂജികളുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉള്ളത്. പക്ഷേ പണം മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നത് ഇവരുടെ റീജിയനിൽ നിന്നാണ്. വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കിട്ടുന്നതും ഈ ബലൂജിൻ്റെ താഴ്വരകളിൽ നിന്നാണ്. വലിയ തോതിൽ കൃഷികളുണ്ട്. അവിടെ നിന്നാണ് പാകിസ്ഥാൻ്റെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, നെല്ല് മുഴുവൻ ഉണ്ടാക്കുന്ന പഞ്ചാബിലാണ്. മറ്റ് വെറൈറ്റീസ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് വരുന്നത് ബലൂചിസ്ഥാനിൽ നിന്നാണ്. പക്ഷേ ബലൂചിസ്ഥാന് ഒന്നും അങ്ങോട്ട് തിരിച്ചു കിട്ടുന്നില്ല. അപ്പം ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന സെയിൻഡാർക്ക് ഗോൾഡ് ആൻഡ് കോപ്പർ മൈൻ എന്ന് പറയുന്നതിൽ എംപ്ലോയ്മെൻറ്റും അവർക്കില്ല.
അവിടെ അവർക്ക് കൊടുക്കുന്ന എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് മൈനിങ് മാത്രമാണ്. അത് കുഴിച്ചെടുക്കാനുള്ള ലേബർ ഉണ്ടല്ലോ, അത് മൈനിനകത്ത് വർക്ക് ചെയ്യാൻ ഏറ്റവും റിസ്ക് ഉള്ള ജോലിയാണ്. ലോകത്തിലെ ഏറ്റവും റിസ്ക് ഉള്ള ജോലികളായി പരിഗണിക്കപ്പെടുന്ന ജോലികളിൽ ഒരെണ്ണമാണ് ഈ മൈനിൽ ജോലി ചെയ്യുന്നത്. ഏത് സമയത്താണ് ഇടിഞ്ഞു വീണ് ചത്തുപോകാന്ന് പറയാൻ പറ്റില്ല. ഭൂമിക്കടിയിൽ 5, 6, 7 കിലോമീറ്റർ അടിയിൽ പോയിട്ടാണ് ഈ മൈനിങ് നടത്തുന്നത്. വളരെ സ്പീഡിൽ പോകുന്ന ലിഫ്റ്റുകൾ, നിങ്ങൾ കോലാർഖനിയൊക്കെ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 10 കിലോമീറ്റർ ഒക്കെ താഴോട്ടാണ് പോകുന്നത്. എന്നിട്ടാണ് ഇത് മാന്തി തുറന്ന് അകത്തോട്ട് കയറി പോകുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, ഏതെങ്കിലും ഒരു ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായാൽ, ഏതെങ്കിലും തുരങ്കം ബ്ലോക്കായി പോയാൽ അതിനകത്ത് ചത്തുപോകത്തേ ഉള്ളൂ. അപ്പോൾ മൈനിലൊക്കെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിമപ്പണി പോലത്തെ ഒരു പണിയാണ്. ആ പണി മാത്രം ബലൂജികൾക്ക് കിട്ടും. ബാക്കിയുള്ളത് മുഴുവൻ മെച്ചപ്പെട്ട ടൈ കിട്ടുന്ന ജോലി, പാൻറ് ഇടുന്ന ജോലി, ഇത് മുഴുവൻ ചൈനക്കാരും പഞ്ചാബികളും വീതിച്ചെടുക്കും. പാകിസ്ഥാനിലെ പഞ്ചാബികളും വീതിച്ചെടുക്കും. അവർക്കാണ് ജോലി മുഴുവൻ കിട്ടുക. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള റെസൻമെൻറ്റ് അവിടെ ആളുകളുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. ഇപ്പം നേരത്തെ മുതലേ ഉള്ള വിഘടന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വിഘടന പ്രവർത്തനങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് വരുന്നു. വേറെ അവരുടെ നമ്മൾ പറയുന്നത് ഗഡാർ പോർട്ടിൻ്റെ കാര്യം. ഗഡാർ പോർട്ട് എന്ന് പറയുന്നത് ചൈനയുടെ വലിയ സ്വപ്നമാണ്. അപ്പോൾ ഈ പാകിസ്ഥാനിലൂടെ ഈ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ പ്രവേശിച്ച് ഇവരുടെ ഈ വലിയ ഹൈവേയും വലിയ റെയിലും ഉപയോഗിച്ച് വളരെ വേഗം, ഏകദേശം 1000 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈ പോർട്ടിലേക്ക് എത്തും. ഈ പോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അറേബ്യൻ രാജ്യങ്ങളിലേക്കുള്ള ട്രേഡ്, യൂറോപ്പിലേക്കുള്ള ട്രേഡ് എല്ലാം ചൈനയ്ക്ക് ഭയങ്കര ഈസിയാണ്. കാരണം ഇറാൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. പിന്നെ അവിടുന്ന് കപ്പലിൽ എന്ത് സാധനവും അറേബ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് കൊണ്ടുപോകാം. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സൂയസ് കനാൽ കിടന്നു കഴിഞ്ഞാൽ മെഡിറ്ററേനിയനിലെത്തി യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളിലേക്ക് ആക്സസ് കിട്ടി. നേരെ ചൈന എവിടെ കിടക്കുന്നു, യൂറോപ്പ് എവിടെ കിടക്കുന്നു, ലോകത്തിൻ്റെ 2 മുഖങ്ങളാണ്, 2 ഭാഗത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചൈനയ്ക്ക് അറബിക്കടലിലേക്ക് ക്രോസ് ചെയ്ത് വരാൻ സാധിക്കും. ചൈനയുടെ വലിയ സ്വപ്നമാണ്, അവരുടെ വലിയ ബിസിനസ്സാണ് അതിനകത്തുള്ളത്. ഇപ്പോൾ ഈ ഗഡാർ പോർട്ടിലും ഇതേ പ്രശ്നമുണ്ട്. നാട്ടുകാരെ ആ പ്രദേശത്തേക്ക് അടുപ്പിക്കില്ല. ബലൂചിസ്ഥാൻ്റെ ആയിരക്കണക്കിന്, അതായത് പാകിസ്ഥാൻ്റെ ബോർഡറിൽ, പാകിസ്ഥാൻ്റെ അറബിക്കടൽ ബോർഡറിൽ ഏകദേശം പകുതിയോളം വരുന്നത് ബലൂചിസ്ഥാനാണ്. ആ പകുതിയോളം വരുന്ന ബലൂചിസ്ഥാൻ്റെ 1/2 ഭാഗം കടന്നിട്ടാണ് ഈ പറയുന്ന പോർട്ട് ഇരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ്റെ മെയിൻ ലാൻഡിന് ഈ പോർട്ടുമായിട്ട് കാര്യമായ ബന്ധമില്ല. അപ്പോൾ ഇവിടെയുള്ള ജോലിക്കാർ പ്രധാനമായിട്ടും ചൈനക്കാർ തന്നെയാണ്. പ്രധാനപ്പെട്ട ജോലികൾ മുഴുവൻ ചെയ്യുന്ന ചൈനക്കാരാണ്. അവിടെ ചുമടെടുക്കാൻ പോലും ബലൂജികളെ അനുവദിക്കില്ല. കാരണം ബലൂജികൾ റിബൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ബലൂജികൾക്ക് അവിടെ ജോലിയും കിട്ടില്ല. അതിൻ്റെ അടുത്തേക്ക് പോകാൻ പോലും സമ്മതിക്കില്ല, വേര് കിട്ടി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് വലിയ റിബൽ പ്രസ്ഥാനമായി മാറുകയും ബലൂജികൾ ഭയങ്കരമായിട്ട് തിരിച്ചടിക്കുകയും ചെയ്യും. പക്ഷേ ആ തിരിച്ചടി ഓർഗനൈസ്ഡ് ആയത് അടുത്ത കാലത്താണ് ഇത് ഓർഗനൈസ്ഡ് ആയിട്ട് വരുന്നത്. പ്രധാനമായിട്ടും 2022 ഒരു ബലൂചിസ്ഥാൻ വിദ്യാർത്ഥിനി കറാച്ചി യൂണിവേഴ്സിറ്റിയിൽ ചൈനീസ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഇടയിൽ പോയിട്ട് സൂയിസൈഡ് ബോംബറായിട്ട് പൊട്ടിത്തെറിച്ചു. കറാച്ചി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിന്ധിലാണ് കറാച്ചി ഉള്ളത്, നമ്മളുടെ ഗുജറാത്തിൻ്റെ അപ്പുറത്ത് ആണ് വരുന്നത്. അവിടെ ഒരു യൂണിവേഴ്സിറ്റി, കറാച്ചി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ ചൈനീസ് എഡ്യൂക്കേറ്റേഴ്സ് അവരുടെ ഈ പറയുന്ന സ്ഥാപനങ്ങൾ, അവരുടെ പവർ സ്റ്റേഷൻസും പിന്നെ ഈ പറയുന്ന മൈനുകളും ഈ പോർട്ടും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ആളുകളെ ട്രെയിൻ ചെയ്തെടുക്കുന്ന, അതിന് എഞ്ചിനീയേഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന, മാനേജ്മെൻറ്റ് ട്രെയിനീസ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെയൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ചൈനീസ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ്, പ്രൊഫസേഴ്സ് വേണേൽ വിളിക്കാം, അവർ വന്നിട്ട് ക്ലാസ് എടുത്തു കൊടുക്കും. അങ്ങനെയുള്ളവരുടെ ഈ ചൈനീസ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഒരു ഗാദറിങ്ങിനകത്ത് കയറിയിട്ട് ഒരു ബലൂചിസ്ഥാൻ പെൺകുട്ടി മേത്ത് ബോംബ് വെച്ച് കെട്ടി 2022 പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ കുറേ ചൈനീസ് ആളുകളോട് മരിച്ചുപോയി. അതിനുശേഷം ഇവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ചൈനക്കാരെ. ഇവർ പിന്നെ പാകിസ്ഥാൻകാരെ അല്ല ആക്രമിക്കുന്നത്. പാകിസ്ഥാൻ ആർമി ആക്രമിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ആർമി ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതലായി ഇവർ ചൈനക്കാരെ, ഏത് ചൈനക്കാരെ പുറത്തുണ്ടായാലും തല്ലിക്കൊല്ലും എന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ ബലൂചിസ്ഥാനിലൂടെ ചൈനക്കാർക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ചൈനീസ് പ്രോജക്ട്സിൽ മുഴുവൻ വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം ചൈനക്കാരാണ് ഈ പ്രോജക്ട്സ് ഒക്കെ റൺ ചെയ്യുന്നത്, പാകിസ്ഥാനികൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് പിന്നെ ബലൂജികൾ ചൈനക്കാരെ കാണുന്നിടത്ത് വെച്ച് തല്ലിക്കൊല്ലും എന്നൊരു സാഹചര്യമുണ്ട്. 2022 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അതിനുശേഷമാണ് ഈ പിന്നെ ഇവിടെയുള്ള നിരവധിയായിട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ. ബലൂചിസ്ഥാൻ ആർമി എന്ന് പറയുന്ന സാധനം, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് ഒരു ഭീകര പ്രസ്ഥാനം മാത്രമാണ്. അതുപോലെ നിരവധി ഭീകര പ്രസ്ഥാനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നു ചേർന്ന് ബലൂചിസ്ഥാൻ ആർമിയുടെ കൂടെ ചേരുകയും ഒന്നിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതിൽ ഇന്ത്യൻ ഇടപെടൽ ഉണ്ട് എന്ന് ചൈന ഈ ആരോപണം ഉന്നയിക്കുന്നില്ല. ചൈനയ്ക്ക് വേണ്ടി പാകിസ്ഥാനാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇന്ത്യയാണ് ഇതിന് പറയുന്നത്. കാരണം 2020 ഇന്ത്യയുടെ ബോർഡറിൽ ചൈന സ്കിർമിഷസ് ഉണ്ടാക്കുന്നു. നമുക്കത് വലിയ പ്രയാസമായി തീരും. നമുക്ക് ഒരു തരത്തിൽ അങ്ങോട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കാരണം ചൈനയോട് നേരിട്ട് മുട്ടാനാവില്ല. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഈ മുട്ടലിലൂടെ ചൈന അവിടെ മര്യാദ പഠിച്ചു. കാരണം 53 ലക്ഷം കോടി രൂപ ബ്ലോക്കായി, അക്ഷരാർത്ഥത്തിൽ ബ്ലോക്കായി. ഇവർക്കത് ഒരു തരത്തിൽ ഉപയോഗിക്കാനാവുന്നില്ല. ഇവർക്കാകെ ഈ മനുഷ്യരോട് ഇവരെ കൊണ്ട് സോൾവ് ചെയ്യാനാവില്ല. കാരണം ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സാധനം 100% പാകിസ്ഥാനെതിരാണ്, 200% ചൈനയ്ക്കെതിരാണ്. അപ്പോൾ അവരുടെ നാട്ടിലുള്ള സാധനങ്ങൾ മുഴുവൻ പാകിസ്ഥാൻ ഫെഡറൽ ഗവൺമെൻറ്റും ചൈനയും കൂടി കട്ടെടുത്തിട്ട് അവർക്ക് 5 പൈസ പോലും കൊടുക്കാതെ അവരെ പട്ടിണിക്കിടുന്നു എന്നുള്ളതാണ് അവരുടെ ആർഗ്യുമെൻറ്റ്. ഇതൊരു പൊളിറ്റിക്കൽ പ്രോബ്ലമാണ്.
ഈ പൊളിറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് പൊളിറ്റിക്കൽ ഇടപെടലിലൂടെയാണ്. പക്ഷേ പാകിസ്ഥാനാവട്ടെ ചൈനയ്ക്കാവട്ടെ ആ പരിപാടി അറിയത്തില്ല. പാകിസ്ഥാൻ ഭരിക്കുന്നത് ഞാൻ പറഞ്ഞു പട്ടാള ഭരിക്കുന്നത്, അവർക്ക് ആകെ അറിയാവുന്ന തോക്കിൻ്റെ ഭാഷയാണ്. അപ്പോൾ തോക്കിൻ്റെ ഭാഷ ഉപയോഗിച്ച് അവർ ബലൂചിസ്ഥാൻ ആർമിയോട് പ്രതികരിക്കും. ബലൂചിസ്ഥാൻ ആർമി അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ തിരിച്ചു ആക്രമിക്കും. അപ്പോൾ അവരുടെ ഏരിയയിലേക്ക് ഇത് മൗണ്ടൻ ഗറില്ല ആക്രമണങ്ങളാണ് വരുന്നത്. അത് നേരിടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴൊക്കെ നേരിടാൻ പോയിട്ടുണ്ടോ ആ സമയത്തൊക്കെ പാകിസ്ഥാൻ പട്ടാളത്തിന് പരാജയമാണ് രുചിക്കേണ്ടി വന്നിട്ടുള്ളത്, തിരിച്ചോടേണ്ടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ്റെ പല മേഖലകളിലും ഇന്ന് പാകിസ്ഥാന് നിയന്ത്രണമില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ചൈനക്കാർക്കും ഒരു പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് പറഞ്ഞ സാധനമേ അറിയത്തില്ല. കാരണം അവർ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ ഗവൺമെൻറ് പറയും, പട്ടാളം എൻഫോഴ്സ് ചെയ്യും, ജനം അനുസരിക്കും. അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം ഇല്ല അവിടെ, പക്ഷേ അവിടെ ഓട്ടോക്രസി ഉണ്ട്. അവിടെ ഉള്ളത് ഗവൺമെൻറ് പറയും, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പറയും, പട്ടാളം അത് എക്സിക്യൂട്ട് ചെയ്യും, പറഞ്ഞാൽ കേട്ടില്ല തല വെട്ടിക്കളയും, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ ഭരിച്ചുള്ള ശീലമേ അവർക്കുള്ളൂ, നെഗോഷിയേറ്റ് ചെയ്തുള്ള ശീലമില്ല. പാകിസ്ഥാൻ പേരിനാണെങ്കിലും ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ അവിടെ സമരം ചെയ്യാനും റിബല് കളിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ആളുകൾ അത് ഉപയോഗിക്കും. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവർ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തൊക്കെ ചെയ്യുന്ന ടെക്നിക്കാണ് ഇതിൻ്റെ മുകളിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. അത് ഒരു തരത്തിലും നടക്കില്ല. അപ്പോൾ പാകിസ്ഥാൻ ആർമിയെ കൊണ്ട് ഒരു തരത്തിലും നടക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ചൈന ചൈനീസ് ലിബറേഷൻ ആർമി ഉണ്ടല്ലോ, മറ്റേ ചൈനയുടെ പീപ്പിൾസ് ആർമി ഉണ്ട്. അപ്പോൾ ആ ആർമിയെ വിടാമെന്ന് ചൈന പറഞ്ഞു. പക്ഷേ പാകിസ്ഥാൻ പറഞ്ഞു അത് വേണ്ട. കാരണം ഇവർക്കറിയാം ചൈനയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം. ചൈന ശ്രീലങ്കയിൽ വന്ന് നടത്തി, ശ്രീലങ്കനെ ചൈന വിഴുങ്ങി, പാകിസ്ഥാനെയും ചൈന വിഴുങ്ങും. ആ വിഴുങ്ങൽ ഇവരുടെ പട്ടാളം പണിക്ക് വന്ന കാര്യം എളുപ്പമാവും. അതുകൊണ്ട് പാകിസ്ഥാൻ അനുവദിച്ചില്ല. പക്ഷേ അവസാനം പാകിസ്ഥാനെ കൊണ്ട് ബലൂചികളുടെ നേരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ ഇന്നൊക്കെ വരുന്ന വാർത്ത പ്രധാനമായിട്ടും ചൈനയിലെ പ്രൈവറ്റ് ആർമികൾ, അതായത് പ്രൈവറ്റായിട്ട് ആർമികളെ ട്രെയിൻ ചെയ്യുന്ന ആളുകളുണ്ട് അവിടെ. അപ്പോൾ അവരുടെ കീഴിൽ ഇഷ്ടംപോലെ പട്ടാളക്കാരുണ്ട്. അങ്ങനെയുള്ള പട്ടാളക്കാർ ഇനി ചൈനയുടെ പ്രോജക്റ്റുകൾക്ക്, അത് പവർ പ്രോജക്റ്റ് ആയിക്കൊള്ളട്ടെ, ഗഡാർ പോർട്ട് ആയിക്കൊള്ളട്ടെ, അവരുടെ റോഡ് ആയിക്കൊള്ളട്ടെ, ആ റോഡിൻ്റെയൊക്കെ സേഫ്റ്റി നോക്കാൻ വേണ്ടി ചൈനീസ് പ്രൈവറ്റ് ആർമി തന്നെ, ചൈനയിൽ നിന്നുള്ള പ്രൈവറ്റ് ആർമി വരുന്നു എന്നാണ്. ഗവൺമെൻറ് ആർമിയല്ല, പ്രൈവറ്റ് ആർമി. അപ്പോൾ അതിന് പാകിസ്ഥാൻ പേ ചെയ്യണം. അപ്പം അത് അവർ വരുന്നു, അത് പാകിസ്ഥാനുമായിട്ട് അഗ്രിമെൻറ്റ് ഒപ്പിട്ടതായിട്ട് ഈ ദിവസങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ ചൈനീസ് ആർമി വന്നാലും പ്രശ്നമൊന്നുമില്ല. കാരണം ബലൂചികളെ സംബന്ധിച്ച് അവരെ ഈ സൂയിസൈഡ് ബോംബേഴ്സാണ്, സിസ്റ്റമാറ്റിക് ഇസ്ലാമിക് ബോംബേഴ്സ് തന്നെയാണ്, വിശ്വാസമൊക്കെ അത് തന്നെയാണ്. അപ്പോൾ അവർ ഈ പറയുന്ന ആളുകളുടെ നേരെ ഈ ടെക്നിക്ക് ഇറക്കും. പിന്നെ ഗറില്ല ആക്രമണങ്ങളുടെ നേരെ പിടിച്ചു നിൽക്കാനാവില്ല. പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാനാവില്ല. ഇത് കണ്ടുകൊണ്ടാണ് ചൈന അവിടെ കയറിയത്. ചൈനയുടെ 53 ലക്ഷം കോടി രൂപ വെള്ളത്തിൽ വരച്ച വര പോലെ ആവാനാണ് സാധ്യത. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ് എന്ന് വളരെ ശക്തമായിട്ട് പാകിസ്ഥാനും ചൈനയും വിശ്വസിക്കുന്നുണ്ട്. ചൈന അത് പറയുന്നില്ല, പാകിസ്ഥാനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പല ഫോറങ്ങളിലായി പറയുന്നു. അവർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് ഈ പറയുന്ന വിഘടിച്ച് നിന്നിരുന്ന തീവ്രവാദി ഗ്രൂപ്പുകളുടെ ഇടയിൽ ഒരു മീഡിയേറ്ററായി വർക്ക് ചെയ്തത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏജൻസാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവരെ എല്ലാവരും കൂടി ഒന്നിച്ചു കിട്ടുകയും അവർക്ക് ആവശ്യത്തിനുള്ള പണവും ആയുധങ്ങളും ഇന്ത്യ നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ആരോപണം. അപ്പോൾ ഈ ആരോപണം അവർ ഒരുപാട് ഫോറങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും 2024 ശേഷം 24 പകുതിയോടുകൂടി ചൈനയുടെ ഭാഷയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ചൈന അതിർത്തിയിൽ നിന്ന് നെഗോസിയേഷൻസ് ആകാമെന്നും പഴയ അതിർത്തിയിലേക്ക് തിരിച്ചു പോകാമെന്നും ഒക്കെ ഇപ്പോൾ ചൈന പറഞ്ഞു തുടങ്ങി. അപ്പോൾ ചൈന പറയാതെ പറയുന്നത് ദയവായിട്ട് പാകിസ്ഥാനെ ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ലേ. കാരണം അവിടെ ചെറിയ ചിലവാക്കിയ പൈസ ചില്ലറ പൈസ ഒന്നുമല്ല. ഇവിടെ ബോർഡറിൽ 3-4 സ്ക്വയർ കിലോമീറ്റർ അല്ലെ 100 സ്ക്വയർ കിലോമീറ്റർ 1000 സ്ക്വയർ കിലോമീറ്റർ കിട്ടിയാലും പാകിസ്ഥാനിൽ മുടക്കിയ പൈസയുടെ ഒരു അംശം പോലും അത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങളെ അവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, ഇവിടെ ഞങ്ങൾ വലിഞ്ഞു തരാം എന്നാണ് ചൈന പറയാതെ പറയുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതാണ് ഈ പാകിസ്ഥാനിലുള്ള ഇപ്പോഴത്തെ ഇൻറ്റേർണൽ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇവരെ സംബന്ധിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യാനാവാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം പൊളിറ്റിക്കൽ നെഗോസിയേഷൻ എന്ന് പറയുന്നത് പാകിസ്ഥാനാവട്ടെ ചൈനയ്ക്കാവട്ടെ പരിചയമില്ല. അവർക്ക് രണ്ട് കൂട്ടർക്കും പരിചയമുള്ളത് മിലിറ്ററി ഓപ്പറേഷൻസ് ആണ്. പ്രശ്നവുമായി വരുന്നവനെ കൊന്നുകളയുക എന്നുള്ളതാണ്. അങ്ങനെ ഏകദേശം 70 ലക്ഷം മനുഷ്യർ അധിവസിക്കുന്ന മേഖലയാണ് ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിലെ 4% ഉള്ളൂ. എങ്കിൽ പോലും 70-75 ലക്ഷം മനുഷ്യർ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് വലിയൊരു റീജിയനാണ്. പാകിസ്ഥാൻ്റെ ഏകദേശം പകുതിയോളം വരുന്ന റീജിയനാണ് അവിടെ അധിവസിക്കുന്നത്. ഇവരെ മുഴുവൻ കൊന്നു തീർത്തിട്ടൊന്നും ഈ പ്രശ്നം തീർക്കാൻ പറ്റില്ല. അവർ ഒരെണ്ണം ബാക്കിയുണ്ടെങ്കിൽ അവർ തിരിച്ചടിച്ചിരിക്കും, കാരണം അവർ തീവ്രവാദികളാണ്. അപ്പോൾ ഈ പ്രശ്നം തീരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഇത് വളരാനുള്ള സാധ്യതയുള്ളൂ. പാകിസ്ഥാനിൽ നിന്ന് ഈ പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പാക് താലിബാൻ്റെ നിയന്ത്രണത്തിലുള്ള ആ ഒരു പ്രോവിൻസും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നിയന്ത്രണത്തിലായി ഇപ്പോൾ ഏകദേശം കിടക്കുന്ന ഈ ബലൂജ് പ്രദേശവും പാകിസ്ഥാനിൽ നിന്ന് വലിയ താമസിയാതെ വിട്ടുപോകാനാണ് സാധ്യത എന്നാണ് ഇൻ്റർനാഷണൽ അനലിസ്റ്റുകൾ പറയുന്നത്.